നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ SFIO അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാനെത്തിയ അഭിഭാഷകന് KSIDC നൽകിയത് 82.5 ലക്ഷം രൂപയാണ്. KSIDCക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകനുള്ളപ്പോഴാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ പുറമേ നിന്ന് ഇത്രയും വലിയ തുക നൽകി അഡ്വക്കേറ്റ് CS വൈദ്യനാഥനെ കൊണ്ടുവന്നത്. കഴിഞ്ഞ ജനുവരി 24, ഫെബ്രുവരി 7, 12 ദിവസങ്ങളിലെ 3 സിറ്റിങ്ങുകളുടെ പ്രതിഫലമാണ് KSIDC നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. 2022-23 കാലയളവിൽ ഇതേ വിഷയത്തിലെ നിയമോപദേശത്തിന് 4 ലക്ഷം രൂപ വേറെയും ചെലവഴിച്ചിട്ടുണ്ട്. അതേസമയം എക്സാലോജിക്കുമായുള്ള ഇടപാടിൻ്റെ പൂർണ്ണരേഖകൾ CMRL കൈമാറുന്നില്ലെന്ന് ED കോടതിയെ അറിയിച്ചിരുന്നല്ലോ. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമാണ് ED ആവശ്യപ്പെട്ടത്. പക്ഷേ ചീഫ് ഫിനാൻസ് മാനേജർ P. സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയില്ല. ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് പരിശോധിച്ച് തീർപ്പാക്കിയതാണെന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്നാണ് ED പറയുന്നത്.